ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഇവിടെ പുതിയതാണെങ്കിൽ വെൽക്കം ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സ്റ്റോപ്പിംഗ് ബൈ. സോ എൻ്റെ പേര് നവ്യ. ഞാൻ കാനഡയിൽ ആൽബർട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ ഒരു 15 years മുമ്പ് കാനഡയിലോട്ട് വന്ന ഒരാളാണ്. സ്റ്റുഡൻ്റ് ആയിട്ടാണ് വന്നത്. ആൻഡ് നമ്മൾ ഒത്തിരി സ്വപ്നങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മളുടെ ഒത്തിരി സ്ട്രഗിൾസിലൂടെയൊക്കെ കടന്നു പോയി. നമുക്കറിയാം, എല്ലാ ഇമിഗ്രൻസിനും അറിയാവുന്ന പോലെ തന്നെ എല്ലാ സ്ട്രഗിൾസും ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മളുടെ എക്സാംസ് എല്ലാം ക്ലിയർ ആയി. ഞാൻ പ്രൊഫഷണൽ നേഴ്സാണ്, പറയാൻ വിട്ടുപോയി. നമ്മുടെ എക്സാംസ് എല്ലാം ക്ലിയർ ചെയ്ത് നമ്മുടെ ഒരു ജോലി, നമ്മുടെ പ്രൊഫഷണൽ ഒരു ജോലി കിട്ടിയപ്പോഴത്തേക്കും ലൈഫ് സെറ്റായെന്ന് വിചാരിച്ചു, അടിപൊളിയായെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ റിയാലിറ്റി കംപ്ലീറ്റ് വേറെ ഒന്നായിരുന്നു. കാരണം ഫാമിലിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മിസ്സിങ് ഫീലിംഗ്. ടൈമില്ല. ഹസ്ബൻഡും ഞാനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഡീസൻറ്റ് ജോബ് ഉണ്ടായിട്ട് പോലും ചില സമയത്ത് നമുക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ എമർജൻസി വന്നാൽ ഒരു പാനിക് ആവുന്ന സിറ്റുവേഷൻ, അങ്ങനത്തെ പല കാര്യങ്ങൾ. അതോടൊപ്പം അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് ഒട്ടും ടൈം ഇല്ല. ഫാമിലി ടൈം എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് മോൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് കംപ്ലീറ്റ്ലി അതായിരുന്നു എൻ്റെ ഒരു വേക്ക് കോൾ എന്ന് പറഞ്ഞാൽ. എൻ്റെ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ജോലിക്ക് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. മോളെ ഡേ കെയറിലാക്കി പോയിട്ട് ഈ പറഞ്ഞ പോലെ ലോങ് സ്ട്രെസ്ഫുൾ ഷിഫ്റ്റ് ചെയ്ത് തിരിച്ചു വരിക, ഇങ്ങനെ ലൈഫ് ഒരു റിട്ടയർമെന്റ് വരെ അല്ലെങ്കിൽ 60, 65, 70 years വരെ ഇങ്ങനെ പോവുക എന്ന് പറഞ്ഞത് എനിക്ക് ഒട്ടും മെന്റലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. ഞാൻ വളരെ ഡിസ്ട്രെസ്ഡ് ആയിരുന്നു. എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചത്. അന്ന് ഞാൻ ശരിക്കും ഒരു ഡിസിഷൻ എടുത്തു കേട്ടോ. ഇനഫ് ഇസ് എനഫ്. എന്തെങ്കിലും സംതിങ് ഹാസ് ടു ചേഞ്ച്. കാരണം എനിക്കൊരു ഫ്ലെക്സിബിൾ ഓപ്ഷൻ വേണം. എനിക്ക് എൻ്റെ മോളെ വേറൊരാളുടെ ഡേ കെയറിൽ ഉള്ള ആരെങ്കിലും നോക്കിയാൽ പോരാ. എനിക്ക് അവളോടൊപ്പം ആയിരുന്നുകൊണ്ട് തന്നെ ഒരു ഇൻകം ഏൺ ചെയ്യുന്ന ഒരു ഓപ്ഷൻ എനിക്ക് വേണം എന്ന് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഡിസയർ അന്നാണ് ഉണ്ടായത്. അങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഫൈനലി ലെജിറ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഈ ഓൺലൈൻ ഓപ്പർച്യൂണിറ്റിയിലോട്ട് കടന്നു വന്നത്. അങ്ങനെ നമ്മൾ ഇത് ഓൺലൈൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഓൺലൈൻ അല്ലേ, നമുക്ക് വളരെ ഈസിയാണ്, അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട. അങ്ങനെയല്ല കേട്ടോ. ഏതൊരു ബിസിനസ് പോലെ തന്നെയും ലെജിറ്റ് ആയിട്ട് നമ്മളുടെ എഫേർട്ടും നമ്മുടെ ടൈം കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ ഇതിന്റെയും റിസൾട്ട് കിട്ടുള്ളൂ. പക്ഷെ ഇത് നമുക്ക് ഫ്ലെക്സിബിൾ ആണ്, ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഏതൊരു ബിഗിനേഴ്സിനും. കാരണം ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ആണ്. എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല. നിങ്ങളൊരു ടെക്നിക്കൽ നോളജോ വലിയ ടെക്നിക്കൽ സ്കിൽസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. കാരണം ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രെയിനിങ് നമുക്ക് ഇതിന് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഓൾസോ ഈ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ബോക്സ് സെറ്റപ്പ് ആണ്. നമ്മൾ വൺസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട എല്ലാ ടെക്നിക്കൽ കാര്യങ്ങളും നമ്മുടെ ടീം തന്നെ ചെയ്തു തരും. ആൻഡ് നമ്മളൊന്നും അറിയേണ്ട ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളോ ബാക്കി വെബ്സൈറ്റോ ഇമെയിൽസ് ക്യാമ്പയിൻസോ ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ അറിയേണ്ട. എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് ബിസിനസിന്റെ ബോക്സ് എന്ന രീതിയിൽ നമുക്ക് തരുവാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വീഡിയോ ട്രെയിനിങ് തരും. അത് ഫോളോ ചെയ്യാനുള്ള ഒരു മനസ്സ്, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ആഗ്രഹം, ഇതൊക്കെയാണ് നമുക്ക് ഈ ബിസിനസ് ചെയ്യാനായിട്ട് വേണ്ടത്. ഒരു ലാപ്ടോപ്പ്, അതുപോലെ ഇന്റർനെറ്റ് കണക്ഷൻ, ഒരു 1 to 2 hours ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ ദാറ്റ് വുഡ് ബി അമേസിംഗ് ഫോർ ദിസ് ബിസിനസ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ന്യൂ ബോൺ ബേബി വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തതും. ഇൻ 2 weeks ഞാൻ പതുക്കെ അവിടെ നാപ്പ് ടൈമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ ബിസിനസിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ ബിസിനസ് ഗ്രോ ചെയ്യാൻ തുടങ്ങി. ഗ്രാജുവലി ഇതിന്റെ റിസൾട്ട്സ് കാണാനും. ആൻഡ് ഓൾസോ ദ ഗ്രേറ്റ് തിങ് ഇസ് എൻ്റെ നഴ്സിംഗ് പൊസിഷൻ എനിക്ക് ഡ്രോപ്പ് ചെയ്ത് എനിക്ക് ഫുൾ ടൈം ആയിട്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എൻ്റെ ബിസിനസ് വളർന്നു. അപ്പം അത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് ആ ഡിസിഷൻ എടുത്തോളാം. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ഗോഡ് ഓൾമൈറ്റി. കാരണം ഇപ്പൊ ചിന്തിക്കുമ്പോൾ ഞാൻ അന്ന് അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ സ്റ്റക്ക് ഇൻ സംവെയർ. ഏതെങ്കിലും ഒരു ജോബിൽ സ്റ്റക്കായി ഇങ്ങനെ നമ്മള് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു എന്ന് കാണും. അപ്പം അതുകൊണ്ട് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. അപ്പൊ നിങ്ങള് ഇതുപോലെ ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഈ നാടും വീടൊക്കെ വിട്ട് ഇങ്ങോട്ട് വന്നത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ 5-6 ജോലിയൊക്കെ ചെയ്ത് ടൈം മക്കളുടെ കൂടെ ഇരിക്കാനും ടൈമില്ല, ഫാമിലിയുടെ കൂടെ ഇരിക്കാനും ടൈമില്ല, നാട്ടിൽ പോകാൻ ടൈമില്ല, അതുപോലെ ലോങ് സ്ട്രെസ്ഫുൾ അവേഴ്സ് കഴിഞ്ഞിട്ട് ഒരു എനർജി ഇല്ല, ഇത്രയൊക്കെ വർക്ക് ചെയ്തിട്ടും ഫൈനാൻഷ്യലി ഭയങ്കര ടൈറ്റ്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണോ നമ്മൾ ഇങ്ങോട്ട് വന്നത്? അതോ ഇതായിരുന്നു നമ്മൾ കണ്ട വലിയ ഒരു എബ്രോഡ് ഡ്രീം ലൈഫ്? അല്ലല്ലോ. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളിപ്പം നാട്ടിലായിരിക്കും പോലും, അല്ലെങ്കിൽ നമ്മുടെ എമർജൻസി വന്ന് പോയി, നമുക്ക് എന്തെങ്കിലും നാട്ടിലോട്ട് പോകേണ്ടി വന്നു, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകേണ്ടി വന്നു, അല്ലെങ്കിൽ ഒരു ദിവസം ലീവ് എടുക്കേണ്ടി വന്നു, അതും പോട്ടെ. ഇപ്പം ഒരു ജോബും സെക്യൂർ അല്ല. അപ്പം നാളെ നമ്മുടെ ജോബ് നഷ്ടപ്പെട്ടു, എന്ത് സാഹചര്യം ആയിക്കോട്ടെ, നമുക്കൊരു ഓൺലൈൻ ബിസിനസ് അല്ലെങ്കിൽ ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം നമ്മൾ ഓൺലൈൻ ഇല്ലാത്ത പോലും നമുക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടി ഇൻകം ഏൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? എത്ര നന്നായി
നന്നായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് നല്ലൊരു ജോലി അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മളൊരു ബാക്ക് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം. അപ്പോൾ നിങ്ങളും എന്നെ പോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്ത് മടുത്ത് അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നൊരു ആഗ്രഹമുള്ള, ഫ്ലെക്സിബിലിറ്റി വേണം അല്ലെങ്കിൽ ഒരു ഫ്രീഡം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ എൻ്റെ വെബ്സൈറ്റ് ലിങ്ക്സ് കൊടുക്കാം. എനിക്ക് ഒരു ബിസിനസ് അല്ല, കൂടുതൽ ബിസിനസ്സസ് ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പം. അപ്പം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ആൻഡ് ഇഫ് യു ഹാവ് എനി കൺസേൺസ് ഓർ questions, you can definitely ask me anytime. Okay, I will be more than happy to help you guys. So thank you so much for listening to my story, and നമുക്ക് വീണ്ടും കാണാം. And also I hope you all will take a good decision for yourself and your family. Thank you. God bless.